ഭൂതത്താൻകെട്ട് മിനി ജലവൈദ്യുത പദ്ധതിയുടെ ശേഷിക്കുന്ന പ്രവർത്തികൾ പൂർത്തീകരിച്ച് പദ്ധതി അടിയന്തരമായി കമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സാർ എൻ്റെ സബ്മിഷൻ. സാർ, 14ാം കേരള നിയമസഭയിലും ഈ 15ാം സഭയുടെ വിവിധ സമ്മേളനങ്ങളിലും ഈ വിഷയം ഞാൻ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടാണ് സാർ. നിർമ്മാണം തുടങ്ങി വർഷങ്ങൾ പിന്നിടുമ്പോഴും ഭൂതത്താൻകെട്ട് മിനി ജലവൈദ്യുത പദ്ധതി പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. 231 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പദ്ധതി, 24 മെഗാവാട്ടിൻ്റെ പദ്ധതി, പ്രതിവർഷം 83.5 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. നിരവധി പ്രതിസന്ധികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു. 2018 മഹാപ്രളയകാലത്ത് നിർമ്മാണത്തിന് വലിയ പ്രതിസന്ധി നേരിട്ടു. പിന്നീട് കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിസന്ധി പദ്ധതിക്ക് നേരിടുകയുണ്ടായി. ഇവിടെ സിവിൽ വർക്കുകൾ 99%-ലേറെയും ഇലക്ട്രോ മെക്കാനിക്കൽ വർക്കുകൾ 86%-ലേറെയും 2021 തന്നെ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചൈനയിൽ നിന്നും 3ാമത്തെ കൺസൈൻമെൻറ്റ് ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് പ്രതിസന്ധി നേരിട്ടത്. ഈ കാര്യത്തിനകത്ത് കരാർ കമ്പനി വലിയ വീഴ്ചയാണ്. അവരാണ് 1ാമത്തെ ഉത്തരവാദി. അവരെ നിയന്ത്രിക്കുന്നതിനും തിരുത്തുന്നതിനും സമയാസമയങ്ങളിൽ ഇടപെടുന്നതിൽ KSEBിക്കും വലിയ വീഴ്ച വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിച്ച് ഇരുന്നെങ്കിൽ ഇതിനോടകം തന്നെ ഏതാണ്ട് 400 കോടി രൂപയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് കണക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ പദ്ധതിയുടെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ അടിയന്തരമായി തന്നെ പരിഹരിച്ചുകൊണ്ട് ഭൂതത്താൻകെട്ട് മിനി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി. സാർ, ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ജലസേചന വകുപ്പിൻ്റെ പെരിയാർ നദിയിൽ ഭൂതത്താൻകെട്ട് അണക്കെട്ടിലുള്ള അധിക ജലത്തിൻ്റെ വൈദ്യുതി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനാണ് 24 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള ഭൂതത്താൻകെട്ട് ജലവൈദ്യുതി പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. മഴക്കാലത്ത് ഇവിടെ സംഭരിക്കുന്ന വെള്ളം ഏകദേശം 300 മീറ്റർ നീളവും 28 മീറ്റർ വീതിയുമുള്ള ഒരു കനാലിലൂടെ തിരിച്ചുവിട്ട് 8 മെഗാവാട്ട് വീതം സ്ഥാപിത ശേഷിയുള്ള 3 ബൾബ് ടർബൈനുകൾ ഉപയോഗിച്ച് 24 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിച്ച ശേഷം പെരിയാറിലേക്ക് തന്നെ ഒഴുക്കിവിടുന്നു. പ്രസ്തുത പദ്ധതിയുടെ സിവിൽ പ്രവൃത്തികളുടെ കരാർ MS ശ്രീ ശരവണ എഞ്ചിനീയറിംഗ് ഭവാനി പ്രൈവറ്റ് ലിമിറ്റഡ് RPP ഇൻഫോറസ് പ്രോജക്റ്റ് ലിമിറ്റഡ് സംയുക്ത സംരംഭത്തിനാണ് നൽകിയത്. 99.7% സിവിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവൃത്തികൾ ഇലക്ട്രോ മെക്കാനിക്കൽ പ്രവൃത്തികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രസ്തുത പദ്ധതിയുടെ ഇലക്ട്രോ മെക്കാനിക്കൽ പ്രവൃത്തിയുടെ കരാർ ശ്രീ ശരവണ എഞ്ചിനീയറിംഗ് ഭവാനി പ്രൈവറ്റ് ലിമിറ്റഡും ഹുനാൻ സിയോങ് ജനറേറ്റിംഗ് എക്യുപ്മെൻറ്റ് കൺസോർഷ്യത്തിനാണ് നൽകിയിരിക്കുന്നത്. പ്രവൃത്തികൾ 86.61% പൂർത്തീകരിച്ചിരിക്കുകയാണ്. പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട സാമഗ്രികൾ ചൈനയിൽ നിന്നാണ് കരാറുകാരന് എത്തിക്കേണ്ടത്. ഈ 3 ഭാഗങ്ങളായി എത്തിക്കേണ്ട ഇവയിൽ 1ഉം 2ഉം കൺസൈൻമെൻറ്റുകൾ ഇറക്കുമതി 2017-18 പൂർത്തീകരിച്ചു. 3ാമത്തെ കൺസൈൻമെൻറ്റ് എത്തുന്ന മുറയ്ക്ക് പദ്ധതി പൂർത്തീകരിക്കാവുന്നതാണ്. 3ാമത്തെ കൺസൈൻമെൻറ്റിൽ ഇറക്കുമതിക്ക് വേണ്ടി KSEBLും ശരവണ എഞ്ചിനീയറിംഗ് ഭവാനി പ്രൈവറ്റ് ലിമിറ്റഡും ചൈനീസ് കമ്പനിയുമായി ചേർന്ന് ഒരു ത്രികക്ഷി കരാർ 27/4/2022 ഒപ്പിട്ടു. 22/6/2003 നടന്ന ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനപ്രകാരം കരാറും അനുബന്ധ നടപടികളും സമയബന്ധിതമായി നിയമോപദേശം അഡ്വക്കേറ്റ് ജനറൽ കേരളയിൽ നിന്ന് നേടിയിരുന്നു. 9/7/2024 ലഭിച്ച നിയമോപദേശപ്രകാരം പ്രസ്തുത കരാറുകാരനുമായി ചർച്ച നടത്തി 3ാമത്തെ കൺസൈൻമെൻറ്റ് ഇറക്കുമതി ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും കരാറുകാരൻ അത് ഇറക്കുമതി ചെയ്യാത്ത പക്ഷം പ്രസ്തുത കോൺട്രാക്ട് കരാറുകാരൻ റിസ്ക് ആൻഡ് കോസ്റ്റിൽ പുതിയ ദീർഘായുസ് ക്ഷണിച്ച് പൂർത്തീകരിക്കുകയും വേണം. നിയമോപദേശപ്രകാരം KSEBL കൺസോർഷ്യനുമായി പലവട്ടം ചർച്ച നടത്തിയെങ്കിലും ചൈന കമ്പനിയും SSEBയും തമ്മിലുള്ള സാമ്പത്തിക ചർച്ചകൾ ഫലം കണ്ടില്ല. അതുകൊണ്ട് 5/8/2021 കൂടിയ KSEBLൻ്റെ ഫുൾ ടൈം ബോർഡ് ഡയറക്ടർമാരുടെ യോഗത്തിൽ കരാറുകാരനെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ കരാർ ടെർമിനേറ്റ് ചെയ്യുവാൻ തീരുമാനിച്ചു. 10/8/2021 ടെർമിനേഷൻ ഉത്തരവ് കരാറുകാരൻ നൽകുകയും ചെയ്തു. എന്നാൽ കരാറുകാരൻ KSEBLൻ്റെ നടപടിക്കെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ സമർപ്പിച്ചു. സിംഗിൾ ബെഞ്ചിൽ നിന്നും KSEBL എടുത്ത നടപടി ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചു. ഇതിനെതിരെ കരാറുകാരൻ റിട്ട് അപ്പീൽ
ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ നൽകി. ഇതിന്മേൽ 27/8/2020 കോടതി വാദം കേൾക്കുകയും 15/9/2020 തീയതിക്ക് മൂന്നാമത്തെ കൺസൈൻഡ് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയം അനുവദിക്കുകയും ചെയ്തു. ഈ സമയത്തിന് ശേഷം 16/9/2025 വിസ്താരത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി KICBLനോട് 18 18/9/2025 കരാറുകാരനുമായി യോഗം നടത്തുവാനും 10 ദിവസത്തിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാനും അറിയിച്ചു. 18/9/2025 പ്രസ്തുത മീറ്റിംഗിൽ അടിസ്ഥാനത്തിലും തുടർന്നുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലും പദ്ധതി എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള നടപടികൾ KICBL സ്വീകരിക്കുന്നതാണ്.